നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം 1 പുതുവർഷവും പുതുനൂറ്റാണ്ടും പിറവിയെടുത്തു. 13ാം നൂറ്റാണ്ടിലെ ആദ്യ വർഷത്തിനാണ് ഇന്ന് തുടക്കമായത്. ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും വരവറിയിച്ച് ചിങ്ങം പിറന്നു. മലയാളികൾക്കിനി ആഘോഷത്തിന്റെ ദിനങ്ങൾ കൂടിയാണ്. പഞ്ഞക്കർക്കിടക മാസത്തിന്റെ പ്രതിസന്ധികൾ മറികടന്ന് പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഓണത്തിനായുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയായി. ഹരിതാഭമായ നെൽവയലും കൊയ്ത്തുപാട്ടിന്റെ ഈണവും മലയാളികളെ ഗൃഹാതുരത്വ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തൊടിയിലെ വർണ്ണസുഗന്ധം സമ്മാനിച്ചു നിൽക്കുന്ന പൂക്കളും പാറിപ്പറക്കുന്ന ഓണത്തുമ്പിയും ഓണത്തിന്റെ വരവിനെ മാറ്റുകൂട്ടും. ചിങ്ങം പിറന്നാൽ പിന്നെ മലയാളി ഓണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അത്തം മുതൽ 10 ദിവസം മുറ്റത്ത് പൂക്കളുടെ വർണ്ണചാരുത നിറയ്ക്കണം. സ്വർണ്ണവർണ്ണമുള്ള നല്ല നേന്ത്രക്കുല തിരഞ്ഞെടുക്കണം. ഓണക്കോടിയെടുക്കാൻ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങണം. വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും വറുത്തുകോരണം. ഇങ്ങനെ ഓണത്തിനുള്ള ചിട്ടവട്ടത്തിന്റെ ദിനങ്ങളാണ് ഇനി. അതുകൊണ്ടാണ് നമ്മൾക്കിത് പൊന്നിൻ ചിങ്ങമായത്. ചിങ്ങം 1 കാർഷിക ദിനം കൂടിയാണ്. മണ്ണിൽ പൊന്നു വിളയിച്ച ഭക്ഷ്യ സംസ്കാരമാണ് കേരളത്തിൻ്റേത്. പാടങ്ങളിൽ വിളഞ്ഞ നെല്ല് കൊയ്തെടുത്ത് കറ്റകളാക്കി മെതിച്ച് പുഴുങ്ങി കുത്തിയരിയാക്കുന്ന പ്രക്രിയ ഒരു നാടിന്റെ മുഴുവൻ ആഘോഷമായിരുന്നു. പാടത്തും പറമ്പിലും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളുടെ നല്ല കാലവും ഇന്ന് അന്യമായെങ്കിലും ചിങ്ങമാസം പുലരുമ്പോൾ പഴയ കാലത്തിന്റെ നല്ല ഓർമ്മകളാണ് മലയാളിക്കുന്നത്. പ്രശസ്ത വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച പുലർച്ചെ വീടിന്റെ ടെറസിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിൽ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു. അടുത്തിടെയുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തിരുന്നു. വെടിക്കെട്ട് തൊഴിൽ നടക്കാത്ത സാഹചര്യം സുരേഷിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും അനുഭവിച്ചിരുന്നതായാണ് വിവരം. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഇടവക ദിനവും ആദ്യഫല സമർപ്പണവും നടത്തി. ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളനൂരിന്റെ അധ്യക്ഷതയിൽ മാർ പിയലക്സിനോസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ പുരസ്കാര സമർപ്പണവും ഉന്നത നേട്ടം കൈവരിച്ച വ്യക്തികൾക്കുള്ള പുരസ്കാര സമർപ്പണവും നടത്തി. മുഖ്യാതിഥിയും ഇടവക അംഗവുമായ ഫാദർ ഗീവർഗീസ് മാത്യു സന്ദേശം നൽകി. സമ്മേളനത്തിനു ശേഷം ഇടവക ലേലവും കായിക മത്സരങ്ങളും നടന്നു. പള്ളി കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി ഗ്രേസി ജോയ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഫുഡ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീക സംഘടനാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം താഴെത്തട്ടിലെത്തിക്കാൻ പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകയായിരുന്ന പീശപ്പള്ളി മനക്കൽ ശ്രീദേവി അന്തർജനം ഓർമ്മയായി. ആചാരാനുഷ്ഠാനങ്ങളോടെ ഞായറാഴ്ച രാവിലെ സ്വവസതിയിൽ ടീച്ചറുടെ സംസ്കാരം നടത്തി. കൊരട്ടിക്കര ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്നപ്പോൾ സമീപ പ്രദേശങ്ങളിലെ 10-15 കുട്ടികളെയും ഒപ്പം കൂട്ടിയായിരുന്നു സ്കൂളിലേക്ക് ടീച്ചർ വന്നിരുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത കൂലിപ്പണിക്കാരായ നാട്ടിൻപുറത്തുകാരുടെ മക്കളായിരുന്നു അതിലധികവും. നാട്ടിലെ ഉന്നതികളിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി സമൂഹത്തിന്റെ മുൻനിരയിലെത്താൻ ഇവരുടെ ഇടപെടൽ വഴിയൊരുക്കി. LP ക്ലാസുകളിൽ പഠിപ്പിക്കാനായിരുന്നു ശ്രീദേവി അന്തർജനത്തിന് കൂടുതലിഷ്ടം. ജന്മികുടുംബമായിരുന്ന പൊറവൂർ പീശപ്പള്ളി മനയിൽ നിന്നും ഒരു സ്ത്രീ അധ്യാപക ജോലിക്ക് പോകുന്നതിൽ കാരണവന്മാർക്ക് നീരസമുണ്ടായിരുന്നു. പുരോഗമന ചിന്താഗതിക്കാരായ ഭർത്താവ് PMN നമ്പൂതിരിയുടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും പിന്തുണയോടെ ഈ തടസ്സങ്ങളെല്ലാം മറികടന്നാണ് ശ്രീദേവി അന്തർജനം ജോലി നേടിയത്. സർക്കാർ അധ്യാപകരെല്ലാം ഉയർന്ന ക്ലാസുകൾ തെരഞ്ഞെടുത്തപ്പോഴും അവർ ചെറിയ ക്ലാസുകൾ കൈവിട്ടില്ലെന്നും നാട്ടുകാർ ഓർമ്മിക്കുന്നു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ LP വിഭാഗത്തിൽ പ്രധാന അധ്യാപികയായി പ്രവർത്തിക്കുമ്പോഴാണ് വിരമിച്ചത്. തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന കാലമായിരുന്നുവെങ്കിലും ജാതീയമായ വേർതിരിവ് കാണിക്കാതെ പീശപ്പള്ളി മന എല്ലാവരെയും സ്വാഗതം ചെയ്തിരുന്നതും ശ്രീദേവി അന്തർജനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി. കഥകളി നാടകനടൻ പീശപ്പള്ളി രാജീവും അധ്യാപകനായ സത്യനാരായണനും മക്കളാണ്. ചാലിശ്ശേരിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ട റോഡ് TSK നഗറിൽ താമസിക്കുന്ന പയ്യഴി വടക്കേക്കര വീട്ടിൽ ഹരിദാസൻ ബിന്ദു ദമ്പതികളുടെ മകൾ 21 വയസ്സുള്ള ഹർഷയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും വൈദ്യരത്നം ഔഷധശാലയും സംയുക്തമായി ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ് അധ്യക്ഷയായി. വനിതാ വിംഗ് സെക്രട്ടറി ഷിനിമോൾ ജോജു, കോർഡിനേറ്റർ PI ജോസ്, സെക്രട്ടറി രാജീവ് പ്രിൻസ് എന്നിവർ സംസാരിച്ചു.
ആയുർവേദവും മറ്റ് വൈദ്യശാഖകളും എന്ന വിഷയത്തിൽ വൈദ്യരത്നം സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ വി വിജയഗോപാൽ ക്ലാസ് നയിച്ചു. ഡോക്ടർ വിജയഗോപാലിനെ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ്, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി, കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി, അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ CE ഉണ്ണിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. നമ്മൾ അറിയുന്ന ഉണ്ണിയേട്ടൻ എന്ന പേരിൽ CV സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ജോസഫ് ജോൺ CE ഉണ്ണിയെ പരിചയപ്പെടുത്തി. ഫാദർ ബെഞ്ചമിൻ OIC, ഫാദർ കോശി കുര്യൻ, ഫാദർ റൂബൻ, അജിത് M ചീരൻ, ജുബി സൂരജ്, വർഗീസ് ജോൺ, ലബീബ് ഹസൻ, PG ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നിർധനരായ 50 രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണവുമുണ്ടായി. ഇന്റർനാഷണൽ ക്ലബ്ബായ വൈസ്മാൻ കുന്നംകുളം റോയൽസിന്റെ ചാർട്ടേഡ് ഡേയും പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണവും നടന്നു. കുന്നംകുളത്ത് നടന്ന പരിപാടിയിൽ DG ബിന്ദു അപ്പുമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വൈസ്മാൻ റോയൽ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. വൈസ്മാൻ മുൻ റീജിയണൽ ഡയറക്ടർ വർഗീസ് ചെറി അംഗത്വം വിതരണം ചെയ്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി CS ജീസൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. IPDG അപ്പുമോൻ CK, അജിത് ചീരൻ, MK രാമദാസ്, ജെറി ആൽബർട്ട്, MS ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ കൂമരംകോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയുണ്ടായി. തന്ത്രി അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി VS വെങ്കിടേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആനയൂട്ട് നടത്തിയത്. ചരമം. വയലത്തൂർ പടിഞ്ഞാക്കര രവിയുടെ ഭാര്യ രത്ന നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടപ്പടി ശ്മശാനത്തിൽ നടക്കും. രാജീവ്, രാകേഷ്, രാഗിണി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരിയിലെ പ്രമുഖ അടക്ക വ്യാപാരി അഹമ്മദ് ഉണ്ണി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചാലിശ്ശേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ജമീല ഭാര്യയും അലിക്കുഞ്ഞ്, ബഷീർ, നസീർ, ഫാത്തിമ, ഷെരീഫ എന്നിവർ മക്കളുമാണ്. കടവല്ലൂർ കല്ലുംപുറം കോത്തുള്ളിപ്പറമ്പിൽ പരേതനായ കുഞ്ഞന്റെ മകൻ മോഹനൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശാന്തിനിയാണ് ഭാര്യ. മനു, അനു, അജിത് എന്നിവർ മക്കളാണ്. വെള്ളർക്കാട് കൊള്ളന്നൂർ പരേതനായ മോഹൻ ഭാര്യ ഷെറി നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടക്കും. പീറ്റർ, ജോളി, മോനിഷ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.